രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ സംഭവിക്കാൻ പോകുന്നുവെന്ന സൂചനകൾ പലയിടത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളകിയെന്ന തരത്തിൽ സൂചന നൽകിക്കൊണ്ടായിരുന്നു മോദി കഴിഞ്ഞ ദിവസം അഭ്യർത്ഥന നടത്തിയത്. വിദേശയാത്രകൾ ഒഴിവാക്കുക, സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുക, പാചക എണ്ണയുടെ ഉപയോഗം നിയന്ത്രിക്കുക തുടങ്ങി പല അഭ്യർത്ഥനകളും പ്രധാനമന്ത്രി ജനങ്ങളോട് നടത്തിയിരുന്നു. തൊട്ടുപിന്നാലെ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ സർക്കാർ ലോക്ക്ഡൌണിന് സമാനമായ രീതിയിൽ ചില നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. വർക്ക് ഫ്രം ഹോം നടപ്പാക്കും, വിദേശയാത്രകൾ പരിമിതപ്പെടുത്തും, ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് പരിമിതപ്പെടുത്തും, ഭക്ഷ്യ ഉപയോഗവും കുറയ്ക്കാനും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇത് പതിയെ BJP ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുകയും പിന്നീട് രാജ്യമൊട്ടാകെ ഇത്തരത്തിലൊരു സാഹചര്യം നിലവിൽ വരാനുമുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. യുദ്ധം എന്നവസാനിക്കും എന്നൊരു തീരുമാനമുണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നതെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഇന്ത്യക്കാർ വയറുമുറുക്കി ഉടുക്കണമെന്നും സ്വർണത്തിന്റെയും ഇന്ധനത്തിന്റെയും ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടത് ഈ ഗുരുതര സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ വെറും വൈകാരിക ആഹ്വാനങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് രാജ്യം നേരിടുന്ന സാമ്പത്തിക ആഘാതം. രാഷ്ട്രീയ വൈര്യത്തിനപ്പുറം ലോകസമാധാനം തകർക്കുന്ന രീതിയിലാണ് ട്രംപ് ഇറാന് മേൽ യുദ്ധം അഴിച്ചുവിട്ടത്. എന്നാൽ അതിപ്പോൾ അതിരുകളും ഭേദിച്ച് ലോകത്തെ ആകെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിദേശ നാണയ ശേഖരം കുറയുകയും ഇറക്കുമതി ചെലവ് കുത്തനെ ഉയരുകയും ചെയ്തത് രാജ്യത്തെ വൻതോതിലുള്ള വിലക്കയറ്റത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഇന്ധനത്തിനായി ലോകരാജ്യങ്ങളെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയൊരു കെണിയാണ്. വിദേശ നിക്ഷേപങ്ങൾ കുറയുന്നതും വിദേശത്തു നിന്നുള്ള പണമൊഴുക്ക് മന്ദഗതിയിലായതും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴും ദേശാഭിമാനത്തെയും ത്യാഗത്തെയും മുൻനിർത്തിയുള്ള തന്ത്രമാണ് നരേന്ദ്രമോദി പയറ്റാറുള്ളത്. നോട്ട് നിരോധന കാലത്തും കോവിഡ് കാലത്തും കണ്ടു പരിചയിച്ച അതേ ശൈലിയാണ് മോദി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ആക്ഷേപമാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്നത്. പൗരന്മാർ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന സന്ദേശം നൽകുന്നതിലൂടെ സർക്കാരിന്റെ വീഴ്ചകളെ മറച്ചുപിടിക്കാനാണോ ശ്രമം എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ആർക്കും അറിയില്ല. ഇസ്രായേൽ കൂടി ഇതിൽ ഇടപെടുന്നതോടെ പശ്ചിമേഷ്യയിൽ വലിയ അസ്ഥിരത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ചുരുങ്ങിയ കാലയളവിൽ മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന ത്യാഗത്തിന്റെ ഭാഷ ദീർഘകാലാടിസ്ഥാനത്തിൽ ഫലം ചെയ്യില്ല എന്ന് സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ധന കാര്യത്തിൽ നാം ഇപ്പോഴും വിദേശ രാജ്യങ്ങളുടെ കരുണയിലാണ്. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണെന്നത് മറ്റൊരു കടുത്ത സത്യം. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പ്രചാരണം കേൾക്കാൻ നല്ലതാണെങ്കിലും കൃത്യമായ വെടിക്കോപ്പുകളില്ലാത്ത തോക്കുമായി യുദ്ധത്തിന് പോകുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയെന്ന് വിമർശകരടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സങ്കീർണമായ നികുതി വ്യവസ്ഥകളും നിയമപരമായ അനിശ്ചിതത്വങ്ങളും കാരണം വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ ഇന്ത്യക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നതും മറ്റൊരു പോരായ്മയായി എടുത്തു പറയുന്നുണ്ട്. സ്വർണവും ഇന്ധനവും നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ആഘാതം ആദ്യം ഏൽക്കുന്നത് പാവപ്പെട്ട ഉപഭോക്താക്കൾക്കും ചെറുകിട വ്യാപാരികൾക്കുമാണ്. പാചകവാതക ക്ഷാമം ഇതിനോടകം തന്നെ രാജ്യത്തെ ഹോട്ടൽ മേഖലയെയും ദരിദ്ര കുടുംബങ്ങളെയും ബാധിച്ചു തുടങ്ങി. സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ വെറും ദേശസ്നേഹം കൊണ്ട് മാത്രം പരിഹാരമാകില്ല. ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നതും തൊഴിലില്ലായ്മയും രാജ്യത്തെ ഒരു സാമൂഹിക അശാന്തിയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്.